പറ്റിയമ്മേ? എത്ര നാളത്തെ ആഗ്രഹമാണെന്നറിയാമോ മോളെ ഇത്? ഇങ്ങോട്ട് നോക്ക്, എന്റെ ആരതിയും മരുമകനും എത്ര ഭംഗിയായിട്ടായിരിക്കുന്നത്. അത്രയുള്ള കാര്യം. അതിനൊക്കെ ആരെങ്കിലും ഇങ്ങനെ കരയോ അമ്മേ? ഇവളെപ്പോഴും അങ്ങനെയല്ലേ മോളെ, എല്ലാത്തിനും കരയും. പക്ഷെ ഇപ്പൊ കരയുന്നത് വിഷമം കൊണ്ടൊന്നുമല്ല, അത് ആനന്ദ കണ്ണീരാ. അല്ലേ പ്രമി? ആരതി, എന്താ നിനക്ക് കാണണ്ടേ? അതെ, എല്ലാ കാർഡും വെളിയിൽ എടുക്കണ്ട, ഒരെണ്ണം മതി, എല്ലാരും അത് നോക്കിക്കോളും. അല്ലെങ്കിൽ കാർഡ് ചീത്തയായി പോവും. ആരതി, ദാ നോക്കുമോളെ. ഇഷ്ടപ്പെട്ട മോളെ ആരതി? ഇങ്ങതാ മോളെ. ആദ്യം എല്ലാ ഇൻവിറ്റേഷനും നമുക്ക് ദൈവത്തിന്റെ മുന്നിൽ വെച്ച് പ്രാർത്ഥിക്കണം. ഇത് വായിച്ചു നോക്കിയിട്ട് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ പറയണം കേട്ടോ. അത് പ്രിന്റിന് കൊടുക്കുന്നതിന് മുൻപ് തന്നെ അമ്മ എല്ലാം വായിച്ചു കേൾപ്പിച്ചതല്ലേ, വീണ്ടും പ്രിന്റ് ചെയ്യാനൊക്കെ പറ്റുന്ന കാര്യമാണ്. എന്നാലും പറയാൻ പറ്റില്ല ചേട്ടാ. ഒരു പക്ഷെ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് തിരുത്താനോ അല്ലെങ്കിൽ സ്റ്റിക്കർ അടിച്ചേനോ പ്രിന്റ് അടിച്ചേനോ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ നമുക്ക് മാറ്റാൻ പറ്റില്ലേ? അത് കൊള്ളാലോ. എത്ര തന്നെയായാലും നീ എന്റെ ഭാര്യയല്ലേ. മതി മതി, എല്ലാരും വന്നേ, നമുക്കിത് പൂജിക്കണ്ടേ. എല്ലാരും വന്നേ, വാ വാ വാ. അഹങ്കാരി വേദാന്ത് പറഞ്ഞത് എങ്ങനെ ശരിയാവാനാ? എങ്ങനെ ഒന്ന് കണ്ടുപിടിക്കും? വിക്കിയെ ആരതി ചേച്ചിയോ അല്ലെങ്കിൽ അതിഥിയോ പ്രണയിക്കുന്നുണ്ടാവോ? ആരതി ചേച്ചിയെ പറ്റി അങ്ങനെയൊക്കെ ചിന്തിക്കാനേ പാടില്ല. പിന്നെയുള്ളത് അതിഥിയാ. ഇനി അവളെങ്ങാനും അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവളെ ഞാൻ ശരിയാക്കും. നിങ്ങളുടെ വീട്ടിൽ ആരോ ഒരാളായിട്ടാണ് വിക്കിക്ക് പ്രണയമുള്ളതെങ്കിൽ അത് കണ്ടുപിടിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. ആദ്യം അത് ആരാന്ന് കണ്ടുപിടിക്കും. മിണ്ടാതെ കിടക്ക്, ശല്യപ്പെടുത്താതെ. നിന്നെ ഇപ്പൊ വിളിച്ചത് ഞാനാ, ഒന്ന് എഴുന്നേക്കടി. ഇത്ര വേഗം നേരം വെളുത്തോ ചേച്ചി? സ്വപ്നം പോലും കണ്ടു കഴിഞ്ഞില്ല. പോവാനുള്ള സമയമായോ? ടൈം ആയില്ലേ? നിന്റെ ടൈം എപ്പോഴാവുന്നെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ചേച്ചി എന്തൊക്കെയായിരുന്നു പറയുന്നേ? ഒരു അക്ഷരം മിണ്ടി അടിച്ചു കൊല്ലും നിന്നെ ഞാൻ. മിണ്ടാതെ വേഗം എന്റെ കൂടെ എഴുന്നേറ്റ് വാ. വരാൻ. ഇനി നീ പറ, എന്നോട് സത്യം പറ. കഴിഞ്ഞ 3 ദിവസമായിട്ട് എനിക്ക് നിന്നോട് തോന്നിയ സംശയം ശരിയല്ലേ? പാതിരാത്രി നിനക്ക് എന്താ പ്രശ്നം ചേച്ചി? ഏയ്, ഒച്ച വെക്കരുത്. അവരെല്ലാരും എഴുന്നേറ്റ് വരും. അത് മാത്രല്ല, ഒച്ച വെക്കേണ്ടത് നീയല്ല, ഞാനാ. കൈ എടുത്ത് കുമ്പിടാം. എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. നീ എന്തിനാ എന്നെ വിളിച്ചെന്ന് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. കൂടുതൽ നാടകം കളിക്കില്ലേ? നിനക്ക് നന്നായിട്ട് നാടകം കളിക്കാൻ അറിയാന്ന് എനിക്കറിയാം. ദൈവത്തിന്റെ മുന്നിൽ വെച്ചാ ഞാൻ ഈ ചോദിക്കുന്നത്. വിക്രാന്തിന്റെ കാര്യത്തിൽ നിനക്ക് എന്താ പറയാനുള്ളത്? അപ്പൊ നീ എല്ലാം അറിഞ്ഞല്ലേ ചേച്ചി? ഓ, അപ്പ അവൻ പറഞ്ഞത് എല്ലാം സത്യാണല്ലേ? ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും സംഭവിക്കില്ലെന്ന് ആ ഇഞ്ചി കടിച്ച കുരങ്ങനോട് വലിയ വായടിച്ച് ചലഞ്ച് ചെയ്ത് വന്നതാ ഞാൻ. എന്നാ ഇപ്പൊ എല്ലാത്തിനും ഉത്തരവാദി നീയാണല്ലേ? എത്ര ദിവസമായി നീ ഇതൊക്കെ തുടങ്ങിയിട്ട്? നിന്റെ അവന്റെ ഒരു നശിച്ച പ്രേമം. നീ കാരണം അവന് സൂയിസൈഡ് അറ്റംപ്റ്റ് വരെ നടത്തേണ്ടി വന്നില്ലേ? ഞാൻ എന്തിനാ ചേച്ചി വിക്കിയെ പ്രേമിക്കാൻ പോകുന്നേ? ഒരെണ്ണം തന്നാലുണ്ടല്ലോ. അന്ന് നീ ആരോടോ ഫോണിൽ സംസാരിക്കുന്ന കണ്ടപ്പോഴേ എനിക്ക് സംശയം തോന്നിയതാ. അതിലെന്തോ ഒരു കുഴപ്പമുണ്ടെന്ന്.
എന്നിട്ടും എന്റെ അനീതിയാണല്ലോ. അവൾ അങ്ങനെയൊന്നും അല്ലെന്നുള്ള വിശ്വാസത്തില ഞാനൊന്നും മിണ്ടാതിരുന്നത്. എന്നാ ഇപ്പൊ എന്റെ സംശയങ്ങളൊക്കെ സത്യമായില്ലേ? എല്ലാം മര്യാദയ്ക്ക് പറഞ്ഞാൽ നിനക്ക് കൊള്ളാം, അല്ലെങ്കിൽ നിന്നെ ഞാൻ കൊല്ലും. ചേച്ചി ഇല്ല ചേച്ചി, നീ സത്യമായിട്ടും അത് ഞാനല്ല. വിക്കി പ്രേമിക്കുന്നത് ഇവിടെ എന്നെ അല്ല. നീ അല്ലത് പിന്നെ ആരാടി? ശരി, പേടിക്കണ്ട. സത്യം പറ നീ. ഞാൻ ആരോടും പറയില്ല സത്യം. അവൻ ആർക്ക് വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്തത്? അത് ആരതി ചേച്ചിക്ക് വേണ്ടിയാ. എന്റെ ഭാഗത്ത് തെറ്റൊന്നും ഇല്ലെങ്കിൽ പിന്നെ എന്തിനാ ചേച്ചി എന്നെ അടിച്ചേ? ഇല്ല, നിന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മ തരാം. പറന്ന് നിന്നോട് എത്ര പ്രാവശ്യം ചോദിച്ചു, എന്നിട്ട് പറ്റിക്കാൻ ചേച്ചിയാണെന്ന് പറയുന്നോ? ഇനിയും നിനക്ക് അടി വേണോ? നീ സത്യം പറഞ്ഞില്ലെങ്കിൽ ഇനിയും മേടിക്കും എന്റെ കയ്യിൽ നിന്ന്. ദൈവം സത്യമായിട്ട് ഞാൻ പറയുന്നത് സത്യം ചേച്ചി. അത് പിന്നെ അതെന്താന്ന് വെച്ചാ, എന്തിനാ ചേച്ചി കരയുന്നേ? പ്ലീസ് ചേച്ചി, എന്താ കാര്യമെന്ന് എന്നോടെങ്കിലും പറയൂ. ഞാനും വിക്കിയും തമ്മിൽ പരസ്പരം പ്രണയത്തിലായിരുന്നു അതിഥി. വിക്കി അല്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല അതിഥി. വിക്കിക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ പിന്നെ ഞാനും ജീവനോടെ ഉണ്ടാവില്ല അതിഥി. ഇതൊക്കെ സത്യമാണോ? ഇതെല്ലാം ചേച്ചി എന്നോട് പറഞ്ഞത്. നീ ഹോസ്പിറ്റലിലായിരുന്നപ്പോ ഞാനും ചേച്ചിയും വിക്കിയെ കാണാൻ അവിടെ വന്നിരുന്നു. വിക്കിക്ക് ഇപ്പോഴും ചേച്ചി ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല. എൻഗേജ്മെന്റ് ആയെന്ന ഒരേ ഒരു കാരണം കൊണ്ടാ ചേച്ചി മനസ്സിലുള്ളത് ഇതുവരെ ആരോടും പറയാത്തത്. ചേച്ചിയുടെ മനസ്സിൽ വിക്കി മാത്രമേ ഉള്ളൂ. ചേച്ചിയും ഗൗതമും തമ്മിലുള്ള കല്യാണം കഴിഞ്ഞ വിക്കിയോ ഗൗതമോ ചേച്ചിയോ ആരും സുഖമായിട്ടിരിക്കത്തില്ല. സത്യമായിട്ട് അവര് നന്നായി ജീവിക്കില്ല. ചേച്ചി ഒരാളെ സ്നേഹിക്കുന്നു എന്നൊക്കെ പറയുമ്പോ എനിക്കതൊന്നും ഒട്ടും വിശ്വസിക്കാനേ പറ്റുന്നില്ല മോളെ. ചേച്ചി ശരിക്കും വിക്രാന്തിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എന്നെ കൊണ്ട് പറ്റുന്നതൊക്കെ ഞാൻ ചെയ്തു കൊടുക്കും. ഒരുപാട് പ്രേമിക്കുന്നുണ്ട് ചേച്ചി. മനസ്സിൽ ഒരുപാട് ആഗ്രഹമുണ്ട്. പക്ഷെ ചേച്ചിക്ക് പേടിയായതുകൊണ്ട് ആരോടും പറയാതെ മനസ്സിലിട്ട് നടക്കുന്നത്. ശരി, ഈ കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു എന്ന് നീ ഇപ്പൊ ചേച്ചിയോട് പറയണ്ട. ഇനി ഈ കാര്യങ്ങളൊക്കെ ഞാൻ ശരിയാക്കാം. നീ കൂടെ നിന്നാ മതി. ശരി ചേച്ചി, നീ പറഞ്ഞതുപോലെ ഞാൻ ചെയ്തോളാം. സത്യം എന്താണെന്നറിയാതെ ഞാൻ നിന്നെ തല്ലിപ്പോയല്ലോ മോളെ. സോറിടാ. നീ ഇനി വിഷമിക്കൊന്നും വേണ്ട. നടക്ക്. എപ്പോഴും വീട്ടിൽ തന്നെ കുത്തിയിരിക്കാതെ എല്ലാത്തിനും ഒരു അവസാനം വേണ്ടേ? ഇങ്ങോട്ട് വാ. അമ്മേ, എന്താ അമ്മേ, എന്തു പറ്റി? അമ്മ ഇവനെ എങ്ങോട്ടാ പിടിച്ചോണ്ട് വന്നേ? അല്ലാതെ പിന്നെ ആദ്യമൊക്കെ ഇവൻ വീട്ടിൽ കാല് കുത്തില്ലായിരുന്നു. ഇപ്പൊ കണ്ടോ, എങ്ങോട്ടും ഇറങ്ങിപ്പോകാതെ വീട്ടിൽ തന്നെ ഇരിക്കാന്ന് പറഞ്ഞാലോ? നീ ഇന്നിവനെ ഓഫീസിലേക്ക് വിളിച്ചോണ്ട് പോണം. ഓഫീസിലേക്ക്? അതോ ഇവനോ? നീ വരുന്നുണ്ടോടാ? ഇവൻ വരുവോ വരാതിരിക്കുമെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഇനി ഇങ്ങനെ ഇവിടെ വെറുതെ ഇരിക്കാൻ പറ്റില്ല. ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലെത്തി കഴിഞ്ഞിട്ട് വെറുതെ വിഷമിച്ചുകൊണ്ടിരുന്നിട്ട് ഇവൻ എന്ത് നേടാനാ പോകുന്നത്? ഇവൻ ഇങ്ങനെ തുടങ്ങിയ ഇവനെ കുറിച്ച് ആലോചിച്ച് എനിക്ക് ആദ്യം കയറത്തേ ഉള്ളൂ. ഓഫീസിൽ പോയാലെങ്കിലും ഇവന്റെ മനസ്സിനൊരു മാറ്റം വരുമല്ലോ. അവിടെ എന്തേലും അവന് ഇഷ്ടപ്പെട്ട ജോലി ചെയ്യാൻ നോക്കട്ടെ. അങ്ങനെ ചെയ്തൂടെ? അമ്മേ, അവൻ ഓഫീസിലേക്ക് വരുന്നോണ്ട് എനിക്ക് പ്രശ്നമൊന്നുമില്ല. വിക്രാന്ത്, നീ ഓഫീസിലേക്ക് വരുന്നോ? ഞാൻ എവിടേക്കും വരുന്നില്ല. ദയവ് ചെയ്ത് എന്നൊന്ന് വെറുതെ വിടണം. ശരി വിക്രാന്ത്, ഞാൻ ഫോഴ്സ് ചെയ്യുന്നില്ല. എല്ലാം പെട്ടെന്ന് തന്നെ ശരിയാവും. നീ എനിക്ക് കുറച്ച് സമയം താ. എല്ലാം ഞാൻ ശരിയാക്കും. വേദാന്ത്, നീയും ഇപ്പൊ ഇവന്റെ സൈഡ് തന്നെ സംസാരിക്കുകയാണല്ലോ. ഞാൻ എന്താ പറയുന്നതെന്നെങ്കിലും നിങ്ങളൊന്ന്. അമ്മേ, ഞാൻ അമ്മയ്ക്ക് പ്രോമിസ് ചെയ്തതല്ലേ. ലെറ്റ് മീ ഹാൻഡിൽ ദിസ്. ഓക്കെ വിക്രാന്ത്. എനിക്കിതിന്റെ ഒന്നും അർത്ഥം മനസ്സിലാവുന്നില്ല. ഇവിടെ എന്റെ ടെൻഷനൊന്നും ആരും മനസ്സിലാക്കുന്നേ ഇല്ലല്ലോ. ഞാൻ ആർക്കു വേണ്ടി ഇങ്ങനെ പറയുന്നേ?
അവനോടും അവൻ എന്നോടും ഇനി നേരിട്ട് സംസാരിക്കേണ്ടി വരുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയതേയില്ല. അയ്യോ എന്റെ ദൈവമേ, പോയി പോയി ഇവന്റെ അനിയനെ മാത്രമേ പ്രേമിക്കാൻ കണ്ടുള്ളൂ. പറയാനുള്ളൊക്കെ കഴിഞ്ഞോ? എന്തായി? രാവിലെ തന്നെ കാണണമെന്ന് പറഞ്ഞല്ലോ. എന്റെ അനിയനെ പ്രേമിക്കുന്ന ആളെ കണ്ടുപിടിച്ചോ? അതോ വീണ്ടും എന്തെങ്കിലും പ്ലാനുമായിട്ട് വന്നാണോ? ഹലോ ചേട്ടാ, എനിക്ക് വേറെ പണിയൊന്നുമില്ലെന്നാണോ വിചാരിച്ചേ? ആരാണെന്ന് മനസ്സിലായി, അതുകൊണ്ടാ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. എന്റെ വീട്ടിലെല്ലാവരും ഇന്നസെന്റ് ആണ്, അവരാരെയും ലവ് ചെയ്യില്ലെന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ. ഇപ്പൊ മനസ്സിലായില്ലേ? ഞാൻ പറയുന്ന ഒന്നും അങ്ങനെ വെറും വാക്കാവാറില്ല. ഇനി പറയേ, വിക്രാന്തിനെ സ്നേഹിക്കുന്ന നിന്റെ അനിയത്തിയല്ലേ? അതെ മിസ്റ്റർ ഹരിചന്ദ്രൻ, എല്ലാ കാര്യങ്ങളും നിങ്ങൾ വിചാരിക്കുന്ന പോലെ ആവണമെന്നില്ല. സ്നേഹിക്കുന്നത് എന്റെ അനിയത്തിയല്ല, ചേച്ചിയാ. പക്ഷെ നിന്റെ ചേച്ചിക്ക് ആരുമായിട്ട് എൻഗേജ്മെന്റ് ഫിക്സ് ആയതല്ലേ? ഛേ, ഇതുകൊണ്ടാ ഞാൻ പറയുന്നത് പെണ്ണുങ്ങളെ ഒന്നും വിശ്വസിക്കാൻ പറ്റില്ലെന്ന്. ഇതുകൊണ്ടാ വേണ്ടാന്ന് പറയുന്നത്. പ്രണയിക്കുന്നതിൽ എന്ത് തെറ്റാ കണ്ടത്? അതെന്താ മനഃപൂർവ്വം തോന്നാണോ? എല്ലാം അപ്പൊ എന്റെ ചേച്ചിയുടെ മാത്രം തെറ്റാണെന്നാണോ? പെണ്ണുങ്ങളെ ശരിയല്ലെന്നാണല്ലോ നിങ്ങൾ പറയുന്നത്. നിങ്ങളുടെ തലയ്ക്ക് എന്തെങ്കിലും അസുഖമുണ്ടോ? നിങ്ങളുടെ തലയുടെ ഉള്ളിൽ ബ്രെയിൻ ഉണ്ടോ? അതിനെന്തെങ്കിലും പണി അറിയോ? എന്റെ ചേച്ചി സ്വന്തം ഇഷ്ടങ്ങളൊക്കെ മാറ്റി വെച്ച് വീട്ടുകാരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി മാത്രമേ ഈ കല്യാണത്തിന് സമ്മതിച്ചിരിക്കുന്നത്. എന്നാ നിന്റെ അനിയനെ കാണിച്ചിരിക്കുന്നതൊക്കെ ശരിയാണെന്നാണോ? പെണ്ണിനെ കിട്ടിയില്ല എന്നുള്ള പേരിൽ സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തി. ഇതിന്ന് തന്നെ മനസ്സിലാക്കാലോ ആർക്കാ ബുദ്ധിയില്ലാത്തതെന്ന്. അത് തന്നെയാ ഞാനും പറയുന്നത്. ഞങ്ങളുടെ സ്റ്റാറ്റസും ക്യാഷും പദവിയും ഒക്കെ കണ്ടാണ് നിന്റെ ചേച്ചി അവനെ സ്നേഹിച്ചത്. പക്ഷെ അതൊന്നും ഞങ്ങളുടെ അടുത്ത് വർക്കൗട്ട് ആവില്ലെന്ന് തോന്നിയപ്പോ നിന്റെ ചേച്ചി പ്ലേറ്റ് മാറ്റി വേറൊരുത്തനെ കെട്ടാന്ന് തീരുമാനിച്ചു. ഈ വിക്രാന്തി ഫേക്ക് ലവ് ഒക്കെ വിശ്വസിച്ചല്ലോ. മരമണ്ടം തന്നെ. നിന്റെ ചേച്ചി സൂപ്പറാ, മഹാബുദ്ധിശാലി. നിന്നോട് ഇപ്പോഴും ഞാൻ സംസാരിക്കുന്നുണ്ടല്ലോ, എനിക്കാ ബുദ്ധിയില്ലാത്ത. അതുമാത്രല്ല, ഈ പ്രേമം പ്രണയമൊന്നും എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. നിന്റെ കൂടെ ചേർന്ന് ഒരു പ്ലാനിനും ഞാനില്ല. അതെന്ത് വേണേലും നടക്കട്ടെ. എന്റെ ചേച്ചിയെ പറ്റി വായി തോന്നുന്ന വിളിച്ചു പറയുന്നോ? അവളൊരു പാവ. മനസ്സിലൊരാളെ വെച്ചോണ്ട് വീട്ടുകാർക്ക് വേണ്ടി വേറൊരു കല്യാണം കഴിക്കാൻ തയ്യാറായി നിൽക്കുന്നത് എത്ര സങ്കടത്തോടെയെന്ന് നിനക്കറിയാമോ? ഒന്നിക്ക് സംസാരിക്കാനായിട്ട് വന്നാൽ ശരിക്കും സംസാരിച്ചിട്ട് പോണം. ഇങ്ങനെ പേടിച്ചോടുന്നതിൽ ഒരർത്ഥവും ഇല്ല. പേടിയോ? യു മീൻ ഭയം? അതും എനിക്കോ? അത് കൊള്ളാലോ. കത്തിയും കടാരയും കണ്ടാ പോലും പേടിക്കാത്ത റൗഡി ബേബിയോ മോനെ ഞാൻ. അങ്ങനെയുള്ളപ്പോ നിന്നെ പോലെ ഒരാളെ ഞാൻ എങ്ങനെ പേടിക്കാൻ? നിന്റെ വായിന്ന് ദേവതയെ പോലുള്ള എന്റെ ചേച്ചിയെ പറ്റി ആവശ്യമില്ലാത്തത് പറയുന്നത് കേൾക്കാൻ ഇഷ്ടമല്ല, അതാ പോവാന്ന് പറഞ്ഞേ. അതിപ്പോ എന്താണെങ്കിലും ആരാ എന്താണെന്നൊക്കെ അറിഞ്ഞല്ലോ. ഇനിയിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഒരുപാട് വഴികളുണ്ട്. ഡിഫറെന്റ് ഓപ്ഷൻസ് ഉണ്ട്. ടു സ്റ്റാർട്ട് വിത്ത്, നിന്റെ ചേച്ചിയുടെ കല്യാണം മുടക്കാം. അതിഥി, ഇന്നാ ഇതങ്ങോട്ടിട്. ഏയ്, കൈ എടുക്കടി. എടി പെണ്ണെ, കല്യാണക്കുറി കൈ പിടിച്ചോണ്ട് തലേ കൈ വെക്കരുത്. എന്തു പണിയാ നീ കാണിച്ചേ? ഇങ്ങനൊന്നും ചെയ്യാൻ പാടില്ല മോളെ. ഇതൊരു പവിത്രമായ കാര്യമാ. ഓഹോ, ഇത്രയും വലിയ കാര്യങ്ങളൊക്കെ ഇതിന്റെ പുറകിലുണ്ട്. വീണ്ടും ഈ പെണ്ണ്. അതെനിക്ക് അറിയില്ല. മനസ്സിൽ കുടുംബദേവതയെ മാത്രം ഓർത്തുകൊണ്ട് മോളെ, ചേച്ചിക്ക് നല്ലത് വരണോന്ന്, അവളുടെ കല്യാണം നല്ല രീതിയിൽ നടക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നീ അരിയും മഞ്ഞളും ഇട്. ചേച്ചിയുടെ മനസ്സിൽ മറ്റൊരാളുള്ളപ്പോ ഈ കല്യാണം നന്നായി നടക്കണമെന്ന് ഞാൻ എങ്ങനെ വിചാരിക്കും? ചേച്ചി പ്രണയിക്കുന്ന ആളിനെ തന്നെ ചേച്ചിക്ക് കിട്ടണമെന്നാ എന്റെ ആഗ്രഹം. അങ്ങനെ ഇരിക്കുമ്പോ അമ്മ പറയുന്ന പോലെ ഞാൻ എങ്ങനെ പ്രാർത്ഥിക്കും? മണിച്ചേട്ടാ, ഓ നിങ്ങളാ? വരൂ വരൂ. സുഖാണല്ലോ അല്ലേ? സുഖായിരിക്കുന്നു. വിനായകൻ ചേട്ടൻ എന്താ വരാതിരുന്നേ? കല്യാണത്തിന്റെ കാര്യങ്ങളായിട്ട് ഓരോ സ്ഥലത്ത് ഓടി നടക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങളോട് പോയിട്ട് വരാൻ പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങു പോന്നു. ഓ അങ്ങനെയാണോ? അത് സാരമില്ല. ഗൗതം, അമ്മാവാ, വരൂ വരൂ, ഇരിക്കുമോ. പ്രമീ,
നമസ്കാരം. എപ്പോ എത്തി? സുഖം തന്നെയല്ലേ? ആ സുഖായിരിക്കുന്നു. നിങ്ങൾ സുഖായിരിക്കുന്നോ? സുഖമായിരിക്കുന്നു. ഗൗതം, നമസ്കാരം. നമസ്കാരം അമ്മേ. നമ്മുടെ ഇൻവിറ്റേഷൻ എല്ലാം പ്രിന്റ് ആയി കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ആദ്യം നിങ്ങളെ തന്നെ കാണിക്കാന്ന് വിചാരിച്ചു വന്നതാ. വളരെ സന്തോഷമായി. എന്നാൽ ഇപ്പൊ പങ്കജം ഇപ്പോൾ രാഹുലം നടക്കുകയാണ്. ഒരു അരമണിക്കൂർ കൂടി വെയിറ്റ് ചെയ്യൂ. അതുവരെ നമുക്ക് എന്തെങ്കിലും പറഞ്ഞിരിക്കാം. നിങ്ങള് എന്തെങ്കിലും കഴിച്ചിട്ടാണോ വന്നേ? അയ്യോ, ഇത്ര നേരത്തെ വന്നോണ്ട് നിങ്ങളൊന്നും കഴിച്ചു കാണില്ല. ഞാൻ എന്തെങ്കിലും എടുക്കാം. ഒന്നും വേണ്ട ചേച്ചി, ഞങ്ങൾ കഴിച്ചിട്ടാ വന്നേ. ഇവിടുന്നൊന്നും കഴിക്കാൻ ഒരു മടിയും കാണിക്കണ്ട. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്നും പ്രത്യേകിച്ച് ഉണ്ടാക്കുന്നില്ല. നിങ്ങൾ എന്തായാലും കഴിച്ചിട്ടേ പോകാവൂ. വേണ്ട വേണ്ട പ്രേമിളേച്ചി, ഞാൻ സത്യം പറഞ്ഞേ, ഞങ്ങൾ ഇപ്പൊ കഴിച്ചിട്ടാ വന്നേ. ഒരു മിനിറ്റ്. ആരതി, നീ ദയവ് ചെയ്ത് തെറ്റിദ്ധരിക്കരുത്. കല്യാണത്തിന് മുൻപ് എല്ലാവരുടെ മുമ്പിൽ നിന്ന് സംസാരിക്കാൻ നിനക്ക് നാണാണെന്നറിയാം. സംസാരിക്കാതിരിക്കാൻ എനിക്ക് പറ്റില്ല. അതുകൊണ്ടാ ഈ മൊബൈൽ ഞാൻ നിനക്ക് വേണ്ടി കൊണ്ടുവന്നതാ. ഗിഫ്റ്റായിട്ട് കരുതിയാൽ മതി. എനിക്കിതിന്റെ ഒന്നും ആവശ്യമില്ല. ഇതൊന്ന് വാങ്ങിച്ചാലെന്താ? ചേച്ചിക്ക് ഫോൺ കൊണ്ടുവന്നു. എടി കഴുതേ, അതങ്ങ് തിരിച്ചു കൊടുക്കടി. നിനക്ക് എപ്പോഴും തമാശയാ. അത് സാരല്ല അമ്മേ. ആരതിക്ക് വേണ്ടിയാ കൊണ്ടുവന്നത്. അതിൽ ഞാൻ സിമ്മ് ഇട്ടിട്ടുണ്ട്, ആക്ടിവേറ്റും ആക്കിയിട്ടുണ്ട്. ഇനി ഉപയോഗിച്ചാൽ മാത്രം മതി. പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്. അന്ന് എൻഗേജ്മെന്റിന്റെ ദിവസം മോതിരം ഇടാൻ കഴിഞ്ഞില്ല. അതാ ഞാൻ ഇപ്പൊ കൊണ്ടുവന്നത്. ഇത് ആരതിക്ക് വേണ്ടി വാങ്ങിച്ചതുകൊണ്ട് ഇത് അവളുടെ കയ്യിൽ തന്നെ ഇരിക്കണം. സാരയില്ല മോനെ, കല്യാണത്തിന്റെ അന്ന് ഇട്ടാ മതി. ഇല്ല അമ്മാവ, ഇത് ഇവളെ ഏൽപ്പിച്ചു കഴിഞ്ഞാലേ എനിക്കൊരു സമാധാനമുള്ളൂ. ആരതി, നീ വാങ്ങിച്ചോളൂ. അയ്യോ, ഇത് നിനക്കുള്ള മോതിരാണ്. കൈ കാണിക്ക. ആരതി, നിനക്ക് ഇത്ര അധികം നാണാണെങ്കിൽ എനിക്ക് മനസ്സിലാവും. നീ തന്നെ ഇട്ടോ, വാങ്ങിച്ചോ. ആരതി, വാങ്ങു മോളെ. നമ്മുടെ ഗൗതമല്ലേ തരുന്ന മോളെ. നീ വാങ്ങിയിട്. നിങ്ങളുടെ ആ ബന്ധുവിനിപ്പോ എങ്ങനെയുണ്ട്? അതെ, ആ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ച ചെറുക്കൻ, അവനിപ്പോ എങ്ങനെയുണ്ട്? വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ. അതവരുടെ ഇപ്പൊ ഒരു പ്രശ്നമില്ല, സുഖമായിട്ടിരിക്കുക. ഇപ്പോഴത്തെ കുട്ടികളെ മനസ്സിലാക്കാനേ പറ്റില്ല. അല്ല, ഒരു ചെറിയ കാര്യത്തിന് ഇങ്ങനെ